ചുറ്റും നോക്കുവാണെങ്കിൽ ഇന്ന് ഭീകരമായ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് ഒരു പിടി മേളിലേക്ക് നിൽക്കും. ആണോ? എന്തേ? കാരണം ചേച്ചി, ഇന്ന് നമ്മുടെ ടീംസ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത് ഗേൾസ് വേഴ്സസ് ബോയ്സ്. പവർ 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 വരാൻ പോവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്ന എന്താണെന്നറിയോ? ശക്തി, ബുദ്ധി, സൗന്ദര്യം, ബുദ്ധി, കഴിവ്, ഒന്നും ഇല്ലാത്തവരും ഇതെല്ലാം തികഞ്ഞവരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നിൽക്കുന്ന 3 മാമിമാരുടെ ബലത്തിൽ ഇറങ്ങരുത്. നിങ്ങൾ പരാജയപ്പെട്ടു പോവും. നമ്മളെ പിള്ളേരും സ്ട്രോങ് ആണ്. ഫോർ എക്സാമ്പിൾ ദ ബിഗ് ബാങ് ബോയ്സ്. അങ്ങനെ കൊണ്ടായിരുന്ന ചേട്ടാ, കഴിഞ്ഞ വർഷം തന്നെ നടു ഉളുക്കിയിട്ട് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയത് നമ്മളാണ്. ചുമ്മാ ഇരി. അത് ഞാൻ കിടന്ന് ശരിയാക്കിട്ടു. ഈ പ്രായത്തിൽ ഒന്നും പറ്റത്തില്ലേ? വെറുതെ ഒരു കാര്യം പറയാം, ഞങ്ങളെ കയറി ചൊറിയാൻ വരരുത്. ഞങ്ങൾ എല്ലാവരുടെ കയറി അങ്ങ് മാന്തും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. ഞങ്ങൾ പെമ്പിള്ളേരുടെ ശക്തി കാണിച്ചോട്ടെ. എടാ ഒന്ന് കാണിച്ചു പറ, വെറുതെ ചെറുത് മതിയേ, വലുത് പിന്നെ. ദ ബിഗ് ബാങ് ബോയ്സ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലടാ, അവിടെ ഒരു സീറ്റിൽ ആള് പോലും. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് അവിടുത്തെ സീറ്റ് ആരെ കൊണ്ടുവച്ച് നിങ്ങൾ ഫില്ല് ചെയ്യും? എലീന പഠിക്കല്ലേ. പക്ഷേ നമ്മുടെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരുന്ന ആരാന്നറിയാമോ? ചേച്ചിക്ക് ആളെ അറിയായിരിക്കും. കാര്യം വലിയ വലിയ ആൾക്കാർക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ചേച്ചിക്ക് അറിയാന്ന്. മലയാള സിനിമയിൽ ശ്വേതാ മേനോൻ അല്ലാതെ വേറെയുമുണ്ട് മേനോന്മാർ. ബാലചന്ദ്ര മേനോൻ അല്ല. വേറെ ബിജു മേനോനാണോ? അല്ല. അല്ല. പക്ഷെ വരാൻ പോണ ആരാ? അനൂപ് മേനോൻ. എന്റെ കസിൻ. വളരെ അധികം തിരക്കുണ്ടായിട്ടും ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും മോനെ വരാലടാ എന്ന് പറഞ്ഞു ഓടി വന്ന നമ്മുടെ അനൂപേട്ടൻ. നമുക്ക് വെൽക്കം ചെയ്യാം അനൂപ് മേനോൻ. അനൂപേട്ട ഇങ്ങോട്ട് വരൂ. അനൂപേട്ട ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരും. നോക്കട്ടെ ഈ അനൂപേട്ടനെ. എന്റെ ബ്രദറാണ്, ഇങ്ങോട്ട് വരൂലോ. കുറെ നാളായി ടെലിവിഷനിൽ അപ്പിയർ ചെയ്തിട്ട്. അത് ഫോക്കസ് ഔട്ടാണ്, കുറച്ച് ബാക്കിലേക്ക് വെക്കോ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. മോശം മോശം മോശം, വളരെ മോശം. ഇതാരും ചതിച്ചതാണ് അമൃത TV. ചേച്ചി പറഞ്ഞു നിൽക്കുന്ന ഗസ്റ്റ് അനൂപ് മേനോനാണ്. ചേച്ചി, നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പൊ കേസ് കൊടുക്കാം. ഇപ്പൊ പിടിച്ചാൽ നമ്മളെ ഷോയും രക്ഷപ്പെടും. ഒരു ഗസ്റ്റിനെ വിളിച്ചു കൊടുത്ത് അവമാനിക്കുന്നു. ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ സമ്മർ ടൈം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോകുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ പല വേഷങ്ങളിലും കെട്ടി ഓരോ ആൾക്കാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് വരും. മക്കളെ നിങ്ങൾ കൂടെ പോകരുത്, ഫോട്ടോ എടുക്കരുത്, അങ്ങനെ ഒരു വക കാര്യങ്ങൾക്ക് അപ്പൊ തന്നെ അമ്മേനെ അച്ഛനെ വിളിച്ച് ഇൻഫോം ചെയ്യാം. അതിന്റെ ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കുന്നു. സൂക്ഷിച്ചു നോക്കല്ലോ, ഒന്ന് പാളി നോക്കി വിട്ടാണ്. എല്ലാരും അങ്ങോട്ട് നോക്കി. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 നോക്കി വിട്ടോ. പാളി അങ്ങോട്ട്. ഏത് പാളി കൂടെ നോക്കിട്ടോ അനൂപേനോന്റെ കട്ടില്ല ഏട്ടാ. സോറി. ഉറപ്പാണ്? ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ വേണ്ട, വേറൊരു പാട്ട് ഇടൂ, ഞങ്ങൾ പോട്ടെ. വയറൊതുക്കുന്നില്ല കേട്ടാ. ഈ മോഹൻലാലൂടെ ഇല്ലായിരുന്നു ഇവിടെ 3 അഴിവിയെ ശമം വീണല്ലേ. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയണ ഇങ്ങനെയും വേഷം കെട്ടിയ ആൾക്കാർ വരും ലാലേട്ടനാന്ന് പറഞ്ഞു. അതില് നിങ്ങൾ വീഴരുത് ഗൈസ്, അതില് നിങ്ങൾ വീഴരുത്. ഇത് പറ്റില്ലേ? കുഴപ്പമില്ല. ഇത്